അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടി ഇക്കൂട്ടത്തിൽ ചേരുന്നുണ്ട്. സാർ, ഈ കേസ് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. ഇതിന്റെ അന്ന് കൊട്ടാരക്കര DSP ആയിരുന്നു. അതിന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് പൂയപ്പള്ളി സ്റ്റേഷനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത കേസാണ്. ആ കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു 174 CRPC പ്രകാരമുള്ളൊരു കേസിന്റെ ലാഘവത്തോടെയാണ് ഇതിനകത്ത് ആദ്യം വന്നത്. അന്ന് അതിനുശേഷം ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നപ്പോൾ തന്നെ അന്ന് തന്നെ അത് സംശയകരമായ ഒരു ഇതാണെന്ന് മനസ്സിലാക്കി അന്ന് അത് കല്യാണം കഴിച്ചിട്ട് വളരെ വർഷങ്ങളാവാത്ത കുട്ടിയായതുകൊണ്ടും അത് തഹസീൽദാരെ കൊണ്ട് ഇൻക്വസ്റ്റ് നടത്താനായിട്ടും അങ്ങനെയാണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. അന്ന് ഈ കൊല്ലം റൂറലിന്റെ ചാർജ് ഉണ്ടായിരുന്ന SP സൈമൺ സാറായിരുന്നു. അപ്പോൾ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുകയും അതിൽ സ്ത്രീധന പീഡന മരണമാണെന്നും അതോടൊപ്പം തന്നെ 302 അതായത് ഇത് ഒരു കൊലപാതകമാണെന്നുമുള്ള ഒരു ആദ്യമേ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഴുതുകൾ അടച്ചതിനാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള തുഷാരയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നു. നരകയാതന അനുഭവിച്ചാണ് തുഷാര കൊല്ലപ്പെട്ടത്. ഈ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. തക്ക ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു. 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും 1 ലക്ഷം രൂപ വീതം പിഴയും.